നമസ്കാരം. ദിയ കൃഷ്ണ, നമ്മുടെ സ്വന്തം രാജാവിൻ്റെ മകൾ, നമ്മുടെ കേരളവർമ്മ കൃഷ്ണകുമാർ തമ്പുരാൻ്റെ മകൾ ദിയ കൃഷ്ണ, രാജകുമാരി, യുവ രാജകുമാരി. ഓക്കെ, അപ്പോൾ രാജകുമാരിയുടെ കുറേ ചേഷ്ടകൾ ഇന്നലെ തൊട്ട് 2 ദിവസമായിട്ട് യൂട്യൂബിൽ കിടന്നങ്ങനെ ആടുന്നുണ്ട്. രാജകുമാരിക്ക് ആരെക്കുറിച്ച് എന്തു വേണോ പറയാം, പക്ഷേ രാജകുമാരിയെക്കുറിച്ച് ആർക്കും പറയാൻ പാടില്ല. ആ രാജകുമാരിയെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് ആ സമയത്ത് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം ഭടന്മാരായ പോലീസുകാർ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കും, അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ജയിലിൽ തുറങ്കിലടയ്ക്കും. അങ്ങനെയാണ്. പിന്നെ പറഞ്ഞിട്ടില്ല, രാജഭരണമാണല്ലോ, അതുകൊണ്ട് രാജകുമാരിക്ക് എന്തും ചെയ്യാം. പ്രജകൾ അതൊക്കെ കേട്ട് അടിയാളന്മാരെ പോലെ ഇങ്ങനെ നിന്നോണം. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കം നമ്മുടെ ബിഗ് ബോസിലെ സിജോയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും തുടക്കമാവുന്നത്. അതിനു മുമ്പ് സിജോയോടും ലിനു അല്ലേ പേര്, രണ്ടുപേർക്കും ഹാപ്പി മാരീഡ് ലൈഫ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എൻഗേജ്മെൻറ്റിനും ഈ പറയുന്ന കല്യാണത്തിനും വിളിച്ചു, എനിക്ക് പോകാൻ പറ്റിയില്ല. കല്യാണത്തിന് 1-2 വട്ടം വിളിച്ചു, മെസ്സേജ് അയച്ചു. സത്യം പറഞ്ഞാൽ സിജു, ഞാൻ വിളിക്കുമ്പോൾ നേരിട്ട് പറയാം, കാരണം എനിക്ക് അങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമുക്കല്ലാതെ ഞാൻ ഒരു ദിവസം വന്ന് കാണുന്നതായിരിക്കും. എങ്കിലും നിങ്ങൾ രണ്ടുപേരും ദീർഘകാലം സന്തോഷപരമായിട്ട് നിങ്ങളുടെ മാരീഡ് ലൈഫ് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇവിടെ ഈ പറയുന്ന സിജോയുടെ റിസപ്ഷൻ്റെ അന്ന് തുടക്കം മറ്റൊന്നുമല്ല, ഈ പറയുന്ന നോറ ഉണ്ടല്ലോ, നോറ മുസ്കാൻ, ഒരു ചെറിയ പിരിപോയി കിടക്കുകയാണ് അത്. നോറ മുസ്കാൻ വന്നത് നമ്മുടെ ബിഗ് ബോസ് താരം നോറ. ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ, ബിഗ് ബോസ് സീസൺ 6 ഏറ്റവും വലിയ ഫേക്ക് ആരെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണു അടച്ചുകൊണ്ട് പറയാം, അത് നോറ ആയിരുന്നു എന്ന് പറയും. ഏറ്റവും വലിയ റിയൽ ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, അത് ജാസ്മിൻ ആണെന്ന് ഞാൻ പറയും. കാരണം ഈ പറയുന്ന നോറ എന്ന് വെച്ചാൽ തൻ്റെ വ്യക്തിത്വമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ്, റിയൽ ഫേസൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന നോറ അവിടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാസ്മിന് തൻ്റെ കോഴിത്തരം മൊത്തം കാണിച്ചുകൊണ്ട് റിയലായിട്ട് തന്നെയാണ് അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ റിയൽ ആര്, അത് ജാസ്മിനും. ഏറ്റവും വലിയ ഫേക്ക് ആരെന്ന് ചോദിച്ചാൽ അത് നോറയാണെന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന സിജോയുടെ പിന്നീട് കല്യാണവുമായി ബന്ധപ്പെട്ട് അന്ന് എന്ത് ചെയ്തു, ഈ നോറ ഒരു പ്രതികാരം വീട്ടി. അതായത് കുറച്ച് ഐസ്ക്രീം കൊണ്ടുവന്ന് ഈ പറയുന്ന, അത് നമുക്കൊന്ന് കാണാം, കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സംഭവം ഇതാണ്, മറ്റൊന്നുമല്ല. ഈ പറയുന്ന സിജോ ഇങ്ങനെ വെൽ ഡ്രസ്സായി അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ കല്യാണത്തിൻ്റെ ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ ഈ നോറ വന്ന് കുറേ ഐസ്ക്രീം വന്നുകൊണ്ട് വാരി തേക്കുന്നു. എന്നിട്ട് പറയുന്നു, എന്ത് പറയുന്നു, ഞാനിത് പ്രതികാരം വീട്ടിയാണ്, ഈ അവളുടെ ബർത്ത്ഡേക്ക് എന്തോ യവനെ ഇങ്ങനെ തേച്ചു എന്നുള്ളത്. ഈ ചെറിയ പിരി പോയി കിടക്കുന്നത്, ഈ കേക്ക് തേക്കുന്നത് ഈ ബർത്ത്ഡേയിൽ കേക്ക് തേക്കും പോലെ അല്ല. ഈ കല്യാണത്തിന് റിസപ്ഷനിലൊക്കെ നമ്മൾ ഇത്രയും ജീവിതത്തിൽ ആദ്യം അല്ലേ ഏറ്റവും ആഗ്രഹിച്ച് നടക്കുന്ന ഒരു സംഭവമാണ് കല്യാണം. ആ സമയത്ത് വെൽ ഡ്രസ്ഡായിട്ട് നിൽക്കുന്ന അവിടെ കൊണ്ടുവന്ന് കേക്ക് കൊണ്ട് തേച്ചിട്ട് എൻ്റെ പ്രതികാരം വീട്ടി എന്ന് പറയുന്നതോട് എനിക്കൊട്ട് യോജിപ്പില്ല. അത് ഒരു തെണ്ടിത്തനമാണെന്ന് എനിക്കും പറയാനുള്ളത്. തെണ്ടിത്തനമായിരുന്നു കാണിച്ചത്. പിന്നെ അവരെല്ലാവരും, സിജു അടക്കമുള്ളവരെല്ലാം അതൊരു അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബിൽ എടുക്കുന്നു. അതിനുശേഷം നോറയെ കൊണ്ട് എന്ത് ചെയ്യുന്നു, കുളത്തിലിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, പൂളിലിടുന്നു. അതവിടെ കഴിഞ്ഞു. അത് നോർക്ക് ചിലപ്പം ആ ഒരു സീരിയസ്നെസ് മനസ്സിലായി കാണത്തില്ല. അവൾ പ്രതികാരം വീട്ടിയത്, പക്ഷേ ആ പ്രതികാരം വീട്ടിയ സിറ്റുവേഷൻ ഇതായിരുന്നില്ല. മനസ്സിലാക്കാനുള്ള ബുദ്ധി അപ്പോൾ ഇല്ലായിരുന്നിരിക്കും എന്നുള്ളതാണ്. ശരി, അവിടെ കഴിഞ്ഞു. അവരൊരു ഫ്രണ്ട്ഷിപ്പ് വൈബിലൊക്കെ ആ സാധനം എടുത്തു. പക്ഷേ ഇതിനെ സ്റ്റോറി ആക്കിക്കൊണ്ട് നമ്മുടെ രാജാവിൻ്റെ മകൾ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറിയാണ് നമ്മുടെ ഇവിടെ വിവാദത്തിന് ഏറ്റവും വലിയ അടിസ്ഥാനം. സ്റ്റോറി ഞാൻ വായിക്കാം. സ്റ്റോറി ഇങ്ങനെയാണ്. കണ്ടുകൂടല്ലോ, ഐ സീരിയസ്ലി ഡോണ്ട് നോ ഹൂ ദേ ആർ. വളരെ സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് അവൾക്ക് അറിയത്തില്ല. പിന്നെ പറയാൻ പറ്റത്തില്ല, ഈ തമ്പുരാട്ടിമാർക്ക് അല്ലെങ്കിൽ രാജകുമാരികൾക്ക് പ്രജകളെ എല്ലാവരും അറിയണമെന്നില്ലല്ലോ. നമുക്കറിയാം, നമുക്ക് രാജകുമാരി അറിയാം, പക്ഷേ ഈ തമ്പുരാട്ടിക്ക് അറിയാൻ പാടില്ല. ഇവർ ആരാണെന്ന് പോലും തമ്പുരാട്ടിക്ക് അറിയില്ല. കാരണം അവർ രാജകുടുംബമാണ്. അവർ പ്രജകളുടെ എല്ലാ കാര്യവും അവർക്ക് അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പുള്ളിക്ക് അറിയില്ല. ബട്ട് did someone did that to my man or our special my man on our special day, he or she won't be leave another day to eat cake എന്നാണ് പറഞ്ഞത്. അതായത് എൻ്റെ പുരുഷനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ ഇപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ലൊക്കേഷനിലാണ് താങ്കൾ ഇത് ചെയ്തിരുന്നുവെങ്കിൽ
അവരെന്ത് ചെയ്യില്ല, പിറ്റേ ദിവസം കേക്ക് കഴിക്കാൻ വേണ്ടി ജീവനോടെ ഇരിക്കില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിനർത്ഥം ഞാൻ നിന്നെ തട്ടിക്കളയുമെന്നോ എന്നുള്ള കൊന്നുകളയും, എൻ്റെ പുരുഷനോടാണ്, എൻ്റെ സ്പെഷ്യലായിട്ട് ലൊക്കേഷനിലാണ് ആരെങ്കിലും ഇത് ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ അവളെ കൊന്നുകളയുമെന്ന് എന്നാണ് ഈ പറയുന്ന നമ്മുടെ രാജകുമാരി പറയുന്നത്. രാജകുമാരിക്ക് പറയാം, രാജകുമാരിയാണല്ലോ, രാജകുമാരിക്ക് പിന്നെ ഉടയന് ഓട് ഉടയ്ക്കണമെന്ന് അങ്ങനെ എന്തോ പറഞ്ഞു കേട്ടില്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ രാജകുമാരിക്ക് എന്തും പറയാം, പ്രജകൾ പറയുമ്പോൾ മാത്രമാണ് ഗുരു. രാജകുമാർക്ക് ആരെ പറ്റിയും വിമർശനം ചെയ്യാം, ആരെ പറ്റിയും കൊല്ലുമെന്നോ കൊലയ്ക്ക് കൊടുക്കുമെന്നോ ഞാൻ നിന്നെ തീർത്ത് കളയുമെന്നോ ഒക്കെ പറയാം. അടയാളന്മാരായ നമ്മളൊക്കെ എന്ത് ചെയ്യണം, പ്രജകളിൽ നമ്മൾ ഓംബ്ര എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നോണം എന്നാണ് പറയുന്നത്. ഇനി ഇതൊരു വിഷയം. അതിൻ്റെ അടുത്ത വിഷയം നമ്മുടെ സായി എന്ത് ചെയ്തു, സ്വന്തം ഭാര്യയായ സ്നേഹയെ ഒരു ഉമ്മ വയ്ക്കുന്നൊരു സീനുണ്ട്. അവിടെയാണ് അടുത്ത വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. നമുക്ക് ആദ്യം ആ ഉമ്മ വയ്ക്കുന്ന സീനൊന്ന് കണ്ടതിന് ശേഷം ബാക്കി പറയാം. സായിക്കെന്തോ പറ്റിയിട്ടുണ്ട്. ഇതാണ് ആ രംഗം. സായി സ്നേഹയെ ഉമ്മ വയ്ക്കുന്നു. അതായത് ഈ പറയുന്ന ഒരു ബാച്ചിലർ പാർട്ടിയിൽ എന്നാണെന്ന് തോന്നുന്നു, സിജോയുടെ ബാച്ചിലർ പാർട്ടിയിൽ എന്ന് സായി പിന്നീട് സ്വന്തം വൈഫിനെ ഉമ്മ വയ്ക്കുന്നു. പേഴ്സണലി എന്നെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കതങ്ങോട്ട് ഇവർ കിസ് ചെയ്തത് ശരിയല്ലെന്നല്ല. വൈഫിനെ ഭാര്യ കിസ് ചെയ്യാം, അത് പൊതുസ്ഥലത്ത് വേണമെങ്കിലും കിസ് ചെയ്യാം. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവരുടെ പിന്നെ മറ്റൊരാളുടെ വിവാഹമാണ്, മറ്റുള്ള ഫ്രണ്ട്സുകളുടെ പിന്നീട് നിർബന്ധ പ്രകാരമാണ് സ്വന്തം ഭാര്യ അവിടെ കിസ് ചെയ്തത് അല്ലേ. പക്ഷെ അത് വേണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. എനിക്കത് അത്രയ്ക്ക് വേണ്ട. എന്തിനാണ് മറ്റുള്ളവരെ കാണാൻ വേണ്ടി, എൻ്റെ ഭാര്യയെ കിസ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് വെച്ചെടുക്കുന്നത്? എൻ്റെ ഒരു ഒക്കേഷൻ ആയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ കല്യാണം എന്തെങ്കിലും ആയിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാമെന്ന്. പക്ഷേ സിജോയുടെ കല്യാണമാണ്, ഫ്രണ്ട്സുകൾ പറയും. പക്ഷേ അവിടെ ഒന്ന് ഈ പറഞ്ഞ പോലെ പിന്നീട് സായി അത് പിന്നീട് സമ്മതിച്ച് കൊടുക്കേണ്ടതില്ലായിരുന്നു. കാരണം എന്തിനാ മറ്റുള്ളവരെ കാണുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മളവിടെ ഒരു വിരുന്നുകാരല്ലെങ്കിൽ അവരുടെ ആ ഒരു ഹാപ്പി മൊമെന്റ്സിൽ പങ്കെടുക്കാൻ വേണ്ടി പോയത്. അപ്പം നമ്മുടെ ഭാര്യയെ കിസ് ചെയ്യുന്നത് മറ്റുള്ളവരെ കാണിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ ഭാര്യയെ കിസ് ചെയ്തത് മോശമാണെന്നല്ല പറഞ്ഞു, പക്ഷേ അത് വേണ്ടായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായമാണ്. ശരി, ഓക്കെ. ഇതിനെയും ഈ പറയുന്ന പിന്നീട് ഇവിടെയും ആർക്ക് കുരു പൊട്ടുന്നുണ്ട് നമ്മുടെ അറിയുമല്ലോ. ഇങ്ങനെയുള്ള കിസ് സംഭവങ്ങൾ കാണുമ്പോൾ ഈ ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ കമൻറ്റോളികൾ വന്ന് ഒരുപാട് കമൻറ്റുകൾ ഇടും. അവൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ അവിടെ തീർക്കും, അവൻ്റെയൊക്കെ കാമം അവിടെ പറഞ്ഞു തീർക്കും, അവൻ്റെയൊക്കെ ഞരമ്പുകൾ അവിടെ പറഞ്ഞു, അങ്ങനെ ഒരുപാട് കമൻറ്റുകൾ വന്നു. അതിനകത്ത് ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു, കുള്ളന് എത്തുന്നില്ല എന്ന് പറയുന്നത്. സായിക്ക് പൊക്കമില്ല, മറ്റവൾക്ക് എനിക്ക് തോന്നുന്നു പിന്നീട് വൈഫ് ആയിരിക്കും ഹൈ ഹീൽ എന്തോ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു പൊക്കത്തിൻ്റെ കുറവുണ്ട്. എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു ഞരമ്പ് രോഗി, ഒരു ഞരമ്പൻ എന്ത് ചെയ്തു, അവിടെ അങ്ങനെ ഒരു പിന്നെ അങ്ങനെ ഒരു പിന്നീട് പോസ്റ്റ് ഇട്ട് കുള്ളനെ എത്തുന്നില്ലെന്ന്. അവിടെ അല്ല വിഷയം. അതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് ദിയാ കൃഷ്ണയും ഒരു കിണി ഇണിച്ചു. ദിയാ കൃഷ്ണയും വന്നെന്താണ്, ഒരു കിണി എന്ന് പറഞ്ഞൊരു കിണി. അപ്പോൾ ഇതിനർത്ഥം ആ ഞരമ്പൻ എന്താണോ പറഞ്ഞത് അതിനെ ഞാൻ അനുകൂലിക്കുന്നു. കറക്റ്റാണ്, ശരിയാണ്, കുള്ളൻ എത്തുന്നില്ല. അതായത് ഒരു തരത്തിൽ ഒരു ബോഡി ഷെയ്മിങ് ആണല്ലേ. ആ ബോഡി ഷെയ്മിങ്ങിനെ ആര് പ്രോത്സാഹിപ്പിക്കുകയാണ്? ഈ പറയുന്ന ദിയാ കൃഷ്ണ പ്രോത്സാഹിപ്പിക്കുകയാണ്. അയ്യോ തമ്പുരാട്ടി ഒന്നും പറയരുതേ, തമ്പുരാട്ടിക്ക് എന്തും ചെയ്യാം. മനസ്സിലായോ? തമ്പുരാട്ടിക്ക് എന്ത് തേങ്ങ വേണോ ചെയ്യാം, പ്രജകളെ ആരെ വേണോ ബോഡി ഷെയിം ചെയ്യുക ഒക്കെ ചെയ്യാം. പക്ഷേ ഈ തമ്പുരാട്ടി ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രജകളാണ് പറയാൻ പാടില്ല, നേരെ രാവിലെ ഭടന്മാരെ വീട്ടിലയക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബോഡി ഷെയിം ചെയ്യുന്ന ഇത്തരത്തിൽ ഒരു ഞരമ്പം അവൻ്റെ ഞരമ്പ് പറഞ്ഞപ്പോൾ അതിനെ ഈ പറയുന്ന ദിയാ കൃഷ്ണ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ദിയാ കൃഷ്ണയും ഒരു ഞരമ്പ് ആണെന്നല്ലേ പറയുള്ളൂ. പണ്ട് നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിൻ്റെ കേസിൽ അനന്തു ഇങ്ങനെ ഉള്ള ഫോട്ടോ നോക്കിയപ്പോൾ ഇവനൊരു ഞരമ്പൻ്റെ രീതിയിൽ നോക്കുന്നതിൽ പറയുന്നത്, അതും ഒരു ബോഡി ഷെയിം ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഇവിടെയും ഈ പറയുന്ന ദിയാസന പറഞ്ഞില്ലെങ്കിൽ കൂടി മറ്റൊരു കമ്പനിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതെന്താണ്, അതൊരു തരത്തിൽ ദിയാ കൃഷ്ണ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ. അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവരെ കുറിച്ചും എന്ത് തേങ്ങയും വേണേൽ പറയാം, പോസ്റ്റ് ഇടാം, പിന്നെ ഒക്കെ ചെയ്യാം. താങ്കളെ പറയുമ്പോൾ മാത്രം കൊള്ളരുത്, മനസ്സിലായോ? താങ്കളെ പറയുമ്പോൾ മാത്രം അയ്യോ എന്നെ പറഞ്ഞ് രാജകുമാരി ഇവിടെ എല്ലാവരും കൂടി ഇവിടുത്തെ പറഞ്ഞുകൊണ്ട് പിന്നെ ഈ പറഞ്ഞ പടയാളികളെയും അനുയായിമാരെയും പോലീസുകാരെയും വീട്ടിലൊന്നും വിടരുത്. അതൊക്കെ എല്ലായിടത്തും നടക്കും, ചിലർക്കൊക്കെ നടക്കും, എല്ലായിടത്തും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ദിയാ കൃഷ്ണ ചെയ്തത് തെണ്ടിത്തനം, ചെറ്റത്തരം എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇനി തിരിച്ച് ഞാൻ ഇന്ന് നോക്കിയപ്പോൾ ഭർത്താവ് ഒരു അണ്ടർവെയറൊക്കെ ഇട്ടുകൊണ്ടിരുന്നുണ്ട് ആഹാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് പറയാൻ വേണമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം ഇങ്ങനെ
ഇപ്പോൾ താങ്കൾ എന്ത് ചെയ്തു? അവിടെ ചെന്നൊരു ബോഡി ഷെയിം ചെയ്തപ്പോൾ താങ്കൾ എന്നെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ താങ്കളെ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്യുമ്പോൾ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. മനസ്സിലായോ? നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.